അമ്മേ ശരണം, ദേവീ ശരണം, ലക്ഷ്മി ശരണം. എല്ലാവർക്കും നമസ്കാരം. ബുധൻ മീനരാശിയിൽ സഞ്ചരിക്കുമ്പോൾ കുറച്ചു നക്ഷത്രക്കാർക്ക് മോശം അനുഭവമാണ് വരാറുള്ളത്. എന്നാൽ അപ്പോൾ ശുക്രൻ ബലവാനാകുന്ന കുറച്ച് രാശിക്കാരുണ്ട്. അവർക്ക് വളരെ വിശിഷ്ടമായ ശിവയോഗം ലഭിക്കുന്ന ഈ സമയത്ത് ഇത് ഏകദേശം 120 ദിവസം മാത്രമേ ലഭിക്കൂ. ഏകദേശം മാർച്ച് പകുതി മുതലാവും ഇത് ലഭിക്കുക. എന്നിരുന്നാലും നിങ്ങളുടെ ജാതകം ഒരു ജ്യോത്സ്യനെ കാണിച്ച് ഇപ്പോഴത്തെ നിങ്ങളുടെ ബുധൻ്റെ സ്ഥാനം എവിടെയാണെന്നൊക്കെ മനസ്സിലാക്കി അദ്ദേഹം പറയുന്നത് പോലെ യഥാവിധി പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെ വന്നു ചേരും, ഉറപ്പ്. പൊതുവായി പറയുകയാണെങ്കിൽ ബുധൻ നിങ്ങളുടെ ജാതകത്തിൽ നീചത്തിൽ നിൽക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ബലവാനായി നിൽക്കുകയാണെങ്കിലും ചില നക്ഷത്രക്കാർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടപ്പാടിന് ഒരു മാറ്റം തന്നെ വന്നു ചേരും. ആദ്യ ദിവസങ്ങളിൽ അല്പം ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അത് മാറി നല്ല ഒരു തുടക്കം തന്നെ ലഭിക്കും. ഒരു താൽക്കാലിക ആശ്വാസം തന്നെ ലഭിക്കും. ചിലർക്ക് ഈ സമയം മുതലെടുത്തൊരു നല്ല തുടക്കം തന്നെ ഉണ്ടാകും, അല്ല നിങ്ങൾ ഉണ്ടാക്കണം. നമുക്ക് ഈ ശിവയോഗം ലഭിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ഇടവൻ രാശിയിലെ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്കാണ് ഈ യോഗം ലഭിക്കുക. ഇടവൻ രാശിക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെയധികം മോശമായിട്ടാണ് കാണുന്നത്. സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടും ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഇവർ. ഇടവൻ രാശിക്കാർക്ക് മീനത്തിലാണ് ബുധൻ നിൽക്കുന്നത്. ഇവർക്കിനി ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും കഷ്ടപ്പാടുകൾക്കും മനോദുഃഖങ്ങൾക്കും തന്നെ ചെറിയൊരു മാറ്റം ലഭിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ട് മാറും എന്ന് പറയുമ്പോൾ വളരെയധികം സാമ്പത്തികം വന്നു ചേരുമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നൊരു മാറ്റം, അത്ര തന്നെ. നിങ്ങളുടെ മനസ്സിന് ഒരു ധൈര്യം കിട്ടും. അതുമൂലം ഏത് പ്രതിസന്ധികളിലെയും പിടിച്ചു നിൽക്കാനും തരണം ചെയ്യാനും സാധിക്കും. നിങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ സുഹൃത്തുക്കളോ ബന്ധുമിത്രാദികളോ ഈ സമയത്ത് വന്നു ചേരും. എങ്ങനെയെങ്കിലും നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും മാറിക്കിട്ടും. ഇടവൻ രാശിയിലെ രോഹിണി നക്ഷത്രക്കാർക്ക് വളരെയേറെ അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണിത്. കാരണം വ്യാഴം സഞ്ചരിക്കുന്നത് രോഹിണി നക്ഷത്രത്തിലാണ്. അതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് കൂടുതൽ സാമ്പത്തിക ഭദ്രതയും അഭിവൃദ്ധിയും ജീവിതത്തിൽ ഉയർച്ചയും മനോസുഖവും എല്ലാം തന്നെ ഉണ്ടാകും. ഇതുവരെ സ്ഥിരമായിട്ട് ജോലിയില്ലാത്തവർക്ക് സ്ഥിരമായി പുതിയ ജോലി ലഭിക്കും. പഴയ ജോലിയിൽ നിന്ന് ഉദ്യോഗക്കയറ്റം ലഭിക്കുകയും ചെയ്യും. ആരോഗ്യപരമായിട്ട് വളരെ നല്ല കാലഘട്ടമാണ് ഇവർക്ക് വരുന്നത്. രോഗദുരിതങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് അതിൽ നിന്നും ഒരു ശമനം ലഭിക്കും. അതുപോലെ തന്നെ ഇവർ എത്ര ശ്രമിച്ചിട്ടും നടക്കാതിരുന്ന പല കാര്യങ്ങളും ഈ കാലയളവിൽ നടന്നിരിക്കും. അതായത് ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാതെ പാതി വഴിയിൽ നിർത്തിയിരുന്ന ഗൃഹങ്ങളൊക്കെ തന്നെ വീണ്ടും പണി തുടങ്ങി ഈ കാലയളവിൽ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, കടബാധ്യതകളെല്ലാം തന്നെ ഈ സമയത്ത് അടച്ചു തീർക്കാൻ പറ്റുന്നതായിരിക്കും. ബിസിനസ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അത് വിപുലീകരിക്കാനും ബിസിനസ്സിൽ വളരെയധികം ഉയർച്ച ഉണ്ടാക്കുവാനും കഴിയും. എന്തുകൊണ്ടും ഇടവൻ രാശിയിലെ കാർത്തിക, രോഹിണി, മകര നക്ഷത്രക്കാർക്ക് വളരെ നല്ല കാലഘട്ടമാണ് ഇനി വരുന്നത്. അടുത്തത് മിഥുനൻ രാശിയിലെ നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത്. മിഥുനൻ രാശിയിലെ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്കാണ് ഈ യോഗം ഉണ്ടാവാൻ പോകുന്നത്. മിഥുനൻ രാശിയിലെ നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരവസ്ഥയിലൂടെയാണ് അവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്കതിൽ നിന്നെല്ലാം ഒരു ചെറിയ മാറ്റം ഇനി ഉണ്ടാകും. ഇവരുടെ 10ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെയേറെ ഗുണങ്ങളുണ്ടാകും.
ബന്ധുമിത്രാദികളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വളരെയേറെ സഹായങ്ങൾ ഈ കാലയളവിൽ ലഭിക്കും. എന്നിരുന്നാലും ശാരീരികപരമായിട്ടുള്ള ചില അസ്വസ്ഥതകളൊക്കെ ഇവർക്ക് നേരിടേണ്ടി വരും. അതായത് ചെറിയ വീഴ്ചകളോ ശരീരത്തിന് ചതവുകളോ അങ്ങനെയുള്ള ചെറിയ ചെറിയ അപകടങ്ങളോ ശാരീരിക ബുദ്ധിമുട്ടുകളോ ഒക്കെ ഈ കാലയളവിൽ ഇവർക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണം. പിന്നെ ഇവർ സംസാരത്തിൽ മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇവരുടെ ചില വാക്കുകൾ കൊണ്ട് ശത്രുക്കളെ സൃഷ്ടിക്കാൻ കഴിയും. അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, വാക്ക് തർക്കങ്ങളിൽ നിന്നും മാറി നിൽക്കുക മുതലായ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ശത്രുക്കളെ സമ്പാദിക്കാതിരിക്കാൻ കഴിയും. നമ്മൾ ചില കാര്യങ്ങൾ അനാവശ്യമായിട്ട് ചിലപ്പോൾ നല്ലതിന് വേണ്ടി പറയുന്നതായിരിക്കാം, ചിലപ്പോൾ അതൊക്കെ നമുക്ക് തിരിച്ച് വിപരീതമായിട്ടായിരിക്കും ഫലിക്കുക. അതുകൊണ്ടാണ് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം കൊണ്ട് അങ്ങോട്ട് ഇടപെടരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പലരിൽ നിന്നും നിങ്ങൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കും. പ്രത്യേകിച്ച് ഈ ജ്യേഷ്ഠ തുല്യരായി കാണുന്ന സുഹൃത്തുക്കളിൽ നിന്നായിരിക്കും. അതായത് നമ്മളെക്കാളും മൂത്ത ആൾക്കാർ തന്നെ നമ്മൾ ഭയങ്കര സ്നേഹമായിരിക്കും, സുഹൃത്തുക്കളായിരിക്കാം, പക്ഷേ ഒരു ചേട്ടനൊക്കെ വിളിക്കുന്ന ആൾക്കാരില്ലേ, അവരിൽ നിന്നൊക്കെ ആയിരിക്കും കിട്ടാൻ സാധ്യത. ഇവർക്ക് വ്യാഴം 12-ലാണ് നിൽക്കുന്നത്. ആ സമയത്താണ് ഈ യോഗം നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആയതിനാൽ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നും വലിയൊരു മാറ്റം തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരിക്കലും നടക്കത്തില്ല, അതായത് ജീവിതത്തിൽ ഒരിക്കലും നടക്കത്തില്ല എന്ന് കരുതി നിങ്ങൾ എഴുതിത്തില്ലേ പല കാര്യങ്ങളും ഈ സമയത്ത് ഇവരെ തേടി എത്തിയിരിക്കും. ഇവരെ ഉപേക്ഷിച്ചു പോയ സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും, അതായത് നമ്മൾ പിണങ്ങി മാറി നിൽക്കുന്നതും നിങ്ങളെ കണ്ട മൈൻഡ് ചെയ്യാത്ത സുഹൃത്തുക്കളോ ബന്ധുമിത്രാദികളൊക്കെ ഈ കാലയളവിൽ വളരെ ബഹുമാനത്തോടു കൂടി വന്ന് ഇവരോട് സൗഹൃദം പുലർത്താൻ ശ്രമിക്കും. കാരണം നമുക്കൊരു ഉയർച്ച ഉണ്ടാകുമ്പോൾ ആയിരിക്കും എല്ലാവരും വരുന്നത്, തകർന്നു കിടക്കുമ്പോൾ ആരും വരില്ല, അല്ലേ? ജോലിക്ക് അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമാണ്. അവർ പ്രതീക്ഷിച്ച ജോലി തന്നെ ലഭിച്ചിരിക്കും. നമ്മൾ ചില ജോലിയൊക്കെ നമുക്ക് താല്പര്യമില്ലെങ്കിലും സാമ്പത്തികത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ചെയ്യും. പക്ഷേ ചില താല്പര്യമുള്ള ജോലികൾ കിട്ടത്തുമില്ല. പക്ഷേ ഈ സമയത്ത് അതൊക്കെ താല്പര്യമുള്ള നമുക്ക് നമ്മൾ പഠിച്ച മേഖലയിൽ തന്നെ നമുക്ക് ജോലി കിട്ടും. അതുപോലെ തന്നെ ചലച്ചിത്ര മേഖലയിലും സാംസ്കാരിക മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സമയം തന്നെയാണ്. പിന്നെ മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് തൊഴിൽപരമായി വളരെ അനുകൂലമായ സമയമാണ്. കാരണം 10ാം ഭാവം തൊഴിൽപരമായ ഉയർച്ചയാണ് കാണിക്കുന്നത്. മിഥുനൻ രാശിയിലെ നക്ഷത്രത്തിലുള്ള മാതാപിതാക്കൾക്ക് സന്താനങ്ങളെ കൊണ്ട് വളരെയധികം അഭിമാനിക്കാൻ പറ്റിയ സമയമാണ്. ഇവരുടെ സന്താനങ്ങൾ പഠനത്തിൽ വളരെയധികം ഉയരും. അതായത് ആ പഴയ മന്ദതകളൊക്കെ മാറി നന്നായിട്ട് പഠിക്കും. മാതാപിതാക്കൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന സമയമായിരിക്കും. ഉന്നത വിദ്യാഭ്യാസം നേടും. ടെസ്റ്റുകളൊക്കെ തന്നെ വളരെ ഉയർന്ന നിലയിൽ പാസ്സാകും. വിദേശ രാജ്യങ്ങളിൽ പഠിക്കാനായി വളരെ നാളുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ കാലയളവിൽ വളരെ ഈസിയായിട്ട് അതൊക്കെ നേടാൻ കഴിയും. എന്തുകൊണ്ട് ഈ രാശിക്കാർക്ക് വളരെ നല്ല മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും. അടുത്തത് ചിങ്ങൻ രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്കാണ് ഈ യോഗം വരാൻ പോകുന്നത്. ഇവരുടെ രാശിയിൽ ശുക്രൻ ബലവാനാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ നല്ല അനുഭവങ്ങൾ തന്നെയായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മീനത്തിലെ ശുക്രൻ ഇവർക്ക് നല്ല രീതിയിൽ സംഭാഷണം ചെയ്യാൻ ഈ സമയത്ത് സാധിപ്പിക്കും. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിൽ ഇവർ സംസാരിച്ച് കഴിയുമ്പോൾ കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് വരും. അതുപോലെ തന്നെ ഇവർ ഈ സമയത്ത് സാമ്പത്തികം കടം കൊടുക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കണം. കാരണം ഇവർ സാമ്പത്തികം കടം കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് തിരികെ കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഒരു കാര്യത്തിൽ നിങ്ങൾ ആൾജാമ്യം നിൽക്കാൻ പാടില്ല. ഉറ്റ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആയാൽ പോലും ഒരിക്കലും ജാമ്യം നിൽക്കരുത്. ഇവർക്ക് ബിസിനസ് പരമായിട്ട് വളരെയധികം ഉയർച്ച ഉണ്ടാകും. പുതിയ ബിസിനസ് മേഖലകളിലൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് അതിൽ ബിസിനസ് ചെയ്ത് വിജയിക്കും തന്നെ ചെയ്യും. അതുപോലെ തന്നെ പുതിയ ഫ്രാഞ്ചൈസുകളും ഒക്കെ തുടങ്ങും. ബിസിനസ് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് വിപുലീകരിക്കാനും സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്കും നല്ല ഒരു സമയമാണ്. മേലധികാരികളിൽ നിന്നൊക്കെ ഒരു സ്നേഹത്തോടുള്ള പെരുമാറ്റമൊക്കെ ലഭിക്കും. അതുമൂലം നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ട്രാൻസ്ഫറും എല്ലാം കറക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ സമയം നിങ്ങൾ
വിനിയോഗിക്കാൻ ശ്രമിക്കണം. കാര്യം നമുക്കൊരു സമയമാറ്റം വന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോയിലോ അല്ലെങ്കിൽ ജോത്സ്യനോ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകുമെന്ന് കൊണ്ട് മാറി നിൽക്കരുത്. നിങ്ങൾ പ്രാർത്ഥന, ക്ഷേത്ര ദർശനമൊക്കെ തന്നെ വേണം. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ നിങ്ങളുടെ ജാതകം പരിശോധിച്ച് എന്തെങ്കിലും ചെറിയ കുഴപ്പങ്ങളോ ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് പറ്റിയ പരിഹാരങ്ങൾ, അദ്ദേഹം പറയുന്ന പോലുള്ള പരിഹാരക്രിയകൾ, ക്ഷേത്ര ദർശനവും വഴിപാടുമായിരിക്കും പറയുക, അത് ചെയ്യുക. ദൈവാധീനം നിങ്ങൾക്ക് വളരെയധികം ഉണ്ട്. പക്ഷേ ഗ്രഹങ്ങളുടെ സ്ഥാനം എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ലല്ലോ. ഒരു പൊതുഫലമല്ല ഞാനിത് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടും ചിങ്ങൻ രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്ക് വളരെയധികം നല്ല മാറ്റം തന്നെ, നിങ്ങൾക്ക് സന്തോഷവും സൗഭാഗ്യവും എല്ലാം തന്നെ ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് എന്ത് യോഗങ്ങളും ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ കർമ്മത്തെ ആധാരമാക്കിയായിരിക്കും ലഭിക്കുക. അതായത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം. നിങ്ങൾക്കിപ്പോൾ നല്ലൊരു യോഗമുണ്ട്, പക്ഷേ നിങ്ങൾ നല്ല രീതിയിൽ ആളുകളോട് സ്നേഹത്തോടെയോ അല്ലെങ്കിൽ പെരുമാറുകയോ അല്ലെങ്കിൽ ഒരാളെ മനസ്സ് വേദനിപ്പിക്കുകയോ മോശമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും ആ യോഗം ലഭിക്കില്ല. ധനയോഗമായാലും എന്ത് യോഗമായാലും ലഭിക്കില്ല. അപ്പം നമ്മളെ കർമ്മത്തിന് ഭയങ്കര പ്രാധാന്യമുള്ളതാണ്. അതുപോലെ ദൈവാധീനം വേണമെങ്കിൽ നിങ്ങൾ വല്ലപ്പോഴെങ്കിലും ഒന്ന് ദൈവത്തെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുകയോ ഒക്കെ ചെയ്യണം. അത് എല്ലാ ദിവസവും പോകണമെന്നല്ല ഞാൻ പറയുന്നത്. വഴിപാട് വലിയ വില കൂടിയ പൈസ കൂടിയ വഴിപാടുകൾ നടത്തണമെന്നുമല്ല പറയുന്നത്. ഒരു പോകുന്ന വഴിക്ക് ഒരു തിരി അല്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു കാണിക്കായിട്ട് പൈസ ഇടണമെന്നൊന്നുമില്ല, കൊണ്ട് അർപ്പിച്ചാൽ മതി. ഒരു അല്പം എണ്ണയോ 10 രൂപയുടെ എണ്ണയോ ഒക്കെ ചെയ്യണം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ദൈവാധീനം വരാനുള്ള വഴികളും നമ്മുടെ കർമ്മമേഖലയിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിലും ഒക്കെ അതായത് മാക്സിമം നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ പുരോഗതി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ജോലി ചെയ്താൽ പൈസ കിട്ടുമെന്ന് അങ്ങനെയല്ല പറയുന്നത്. നമുക്ക് ഉയർച്ച ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മേലെ അധികാരികൾക്ക് നമ്മളോട് വിശ്വാസവും സ്നേഹവും ഉണ്ടാകണമെങ്കിൽ ഇതൊക്കെ യോഗം കൂടെയൊക്കെ വന്നാൽ വളരെ എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ ഈ പ്രാർത്ഥന എല്ലാം പറഞ്ഞു തന്നെ നമ്മൾ താമസിക്കുന്ന അന്തരീക്ഷം അതൊക്കെ എല്ലാ ദിവസവും വൃത്തിയായിട്ട് നമ്മൾ താമസിക്കുന്ന വീടും പരിസരമൊക്കെ വൃത്തിയാക്കി ഇടുക. പൂജാമുറിയൊക്കെ വൃത്തിയാക്കുക, പൂജാമുറി ഉണ്ടെങ്കിൽ. അപ്പം നമ്മൾ നല്ല രീതിയിൽ താമസിച്ചാൽ മാത്രമേ, നല്ല രീതിയിലൊരു വൃത്തിയായിട്ടുള്ള രീതിയിൽ നിന്നാൽ മാത്രമേ അവിടെയൊക്കെ ലക്ഷ്മി ദേവി വരുള്ളൂ. ചില വീടുകളിലൊക്കെ പടിയിലൊക്കെ മണ്ണും അഴുക്കൊക്കെ കിടക്കുന്നത് കണ്ടുണ്ട്. ആ പടിയൊക്കെ എപ്പോഴും വൃത്തിയാക്കി ഇടണം. ലക്ഷ്മി ദേവി കടന്ന് വരേണ്ട വഴിയാണ്. അപ്പോൾ നമ്മളായാലൊരു വൃത്തിയിലത്തെ വീട്ടിൽ പോകില്ലല്ലോ, അതേപോലൊക്കെ തന്നെയുള്ളൂ. പൂജാമുറി വൃത്തിയാക്കി ഇടുക. അതേപോലെ നമ്മൾ താമസിക്കുന്ന റൂമായാലും വീടും പരിസരവും എല്ലാം വൃത്തിയാക്കിയിട്ട് നിങ്ങൾ ഒരു തിരി കത്തിച്ച് രാവിലെ കുളി കഴിഞ്ഞ് വന്നൊരു തിരി കത്തിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകുന്ന എന്ത് കാര്യമായാലും അതിനൊരു നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു രീതിയിലൊരു റിസൾട്ട് ലഭിക്കും. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്നും കൂടെ വേണം ചിന്തിക്കാൻ. അല്ലാതെ ചിലർ പറയുന്നത് എനിക്കിതൊന്നും കിട്ടത്തില്ല, എനിക്കൊന്നും ലഭിക്കത്തില്ല. ഈ മെസ്സേജ് ചിലർക്ക് ഇടുന്നുണ്ട്, നെഗറ്റീവായിട്ടുള്ള മെസ്സേജ് ഇടുന്നുണ്ട്. അതെനിക്ക് കാര്യം എന്താണെന്നറിയാം. അവർക്ക് ഇന്നിപ്പം ഇത് വീഡിയോ കേട്ടാൽ നാളെ കിട്ടണമെന്നൊന്നുമില്ല. ആദ്യം വിശ്വാസം വേണം. എന്തെങ്കിലും ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കൂ. വിശ്വസിക്കാതെ നമ്മളൊന്നും, ഒരു ഡോക്ടറെ കാണാൻ പോയാലും നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം തരുന്ന ഒരു പാരസെറ്റമോളായാലും വലിയ അസുഖത്തിന് തന്നാലും അത് മാറിയിരിക്കും. വിശ്വാസമല്ല, പച്ചവെള്ളം കുടിച്ചാലും അസുഖം മാറും. കേട്ടിട്ടില്ലേ? എന്തുകൊണ്ട് ഈ പറഞ്ഞ രാശിയിലെ നക്ഷത്രക്കാർക്കെല്ലാം തന്നെ വളരെയധികം ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന സമയമാണ്. എന്നിരുന്നാലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതൊരു പൊതുഫലമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസമുള്ളൊരു ജ്യോത്സ്യനെ കണ്ട് നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ദോഷങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ യഥാവിധി അതിൻ്റെ പ്രതിവിധികൾ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മേൽപ്പറഞ്ഞ സൗഭാഗ്യങ്ങൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലത് മാത്രം വരണമേ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.